ഹേ ഗെയ്സ്, അപ്പോൾ ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ്, അപ്പോൾ നമ്മൾ രാവിലെ നമുക്കൊരു ആഗ്രഹം, നമുക്കൊരു വണ്ടി വാങ്ങിക്കാൻ. സോ നമ്മളെന്തായാലും വണ്ടി വാങ്ങിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ ഒരുത്തന് ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവനെ ഒന്ന് വിളിച്ച് നോക്കാം. എടാ സുധീഷ, നിൻ്റെ ഷോറൂമിൽ പുതിയ വണ്ടിയൊക്കെ കിടപ്പുണ്ടോടാ? ആടാ, ഇഷ്ടംപോലെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എന്താ പുതിയ വണ്ടി നോക്കുന്നുണ്ടോ? ആടാ, ഒരു വണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നാൽ നീ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ആടാ, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, നീ വാ, നല്ല വണ്ടിയൊക്കെ കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ എടാ, അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ എടാ, അപ്പോൾ നമ്മൾ അവനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ അടുത്ത് അങ്ങോട്ട് ചെന്നേക്കാൻ, അവനവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷിൻചാനാണെങ്കിൽ 2 ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി വണ്ടി നോക്കുന്നത് ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. വണ്ടി എടുക്കാൻ, അതായത് വണ്ടി ഇന്ന് പോയി ബുക്ക് ചെയ്താൽ അടുത്ത ആഴ്ച നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ അവനെയും കൊണ്ട് നമ്മൾ പോയി വണ്ടി എടുക്കും. അപ്പോൾ നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാം, മനസ്സിലായി? അതായത് അവനോട് വണ്ടി ഏതൊന്നും നമുക്ക് പറയണ്ട. അവനെ കൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച പോയിട്ട് അവനിങ്ങനെ ആലോചിക്കും ഏത് വണ്ടിയാണെന്ന് ഇരുന്ന് ആലോചിച്ച് അവസാനം പെട്ടെന്ന് കിട്ടുമ്പം ഒരു സന്തോഷം കിട്ടും. നല്ലൊരു വണ്ടി തന്നെ എടുക്കാം. പൈസയൊന്നും നമ്മൾ നോക്കത്തില്ല, നമ്മൾ നല്ലൊരു വണ്ടി തന്നെ അങ്ങോട്ട് എടുത്തേക്കും. എത്ര വിലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഉള്ളതിൽ തന്നെ ഏറ്റവും വില കൂടിയാണെങ്കിലും നമ്മൾ എടുക്കും. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെട്ട അതെടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിലോട്ട് പോയിട്ട് വരാം. ഗെയ്സ്, അങ്ങനെ നമ്മളെന്തായാലും ഷോറൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കുറച്ചധികം കിടപ്പുണ്ട്. നമുക്കിത് ഇവിടെ നിന്ന് തന്നെ കാണാൻ കണ്ടോ, പച്ച വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അത് ഏതാണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. ഗെയ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലോട്ടൊന്ന് പോയിട്ട് വരാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലോട്ട് വന്നു. അപ്പോൾ ഇവൻ നമ്മളെ വണ്ടിയെല്ലാം കാണിച്ചു തന്നില്ല. ഇപ്പം നിങ്ങൾക്കും കൂടെ ഇവൻ പറഞ്ഞു തന്ന വണ്ടിയെല്ലാം നമ്മൾ കാണിച്ചു തരാം ഗെയ്സ്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിലോട്ട് പോകാം ഗെയ്സ്. ഓക്കെ, അതായത് ഇവൻ എല്ലാ വണ്ടിയെ പറ്റി ഇവിടെ പറഞ്ഞു. ഇവിടെ ആയിട്ട് നമുക്ക് ലംബോർഗിനിയൊക്കെ താഴെ, നമ്മളിവിടെ താറും സുപ്രയും ഓടിയും പിന്നെ റോൾസ് റോയ്സ് എല്ലാം കിടപ്പുണ്ട്. അപ്പുറത്തായിട്ട് ഫെറാറിയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഇതൊന്നും വേണമെന്നില്ല. നമുക്ക് ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് താഴെ കിടക്കുന്ന ഒരു വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പം ഈ ഒരു വണ്ടിയൊന്നും വലിയ കുഴപ്പമില്ല, താറൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് മുകളിൽ ഇവിടെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ ഒരു റോൾസ് റോയ്സ് ആണ്. അത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് താഴെ ഇഷ്ടപ്പെട്ടത് വേറൊരു വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആ റോൾസ് റോയ്സ് ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇവിടെ നമ്മുടെ റോൾസ് റോയ്സ് ഇങ്ങനെയാണ് അടുത്തുനിന്ന് കാണാൻ. കൊള്ളാം, നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. താഴെയായിട്ട് നമുക്ക് അവിടെ GTR, ബുഗാട്ടി, ലംബോർഗിനി, പിന്നെ മസ്റ്റാങ്, ഫോർച്യൂണർ എല്ലാം കിടപ്പുണ്ട് താഴെ. ഈ സമയം നമ്മളെന്തായാലും താഴെ വന്നു. നമുക്ക് ഈ ഒരു വണ്ടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, അതായത് നമ്മുടെ ബുഗാട്ടി. ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഇത് തന്നെ എടുക്കുന്നുള്ളൂ. വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇതിന് നോക്കി നമ്മൾ സമയം കളയുന്നില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് എടുക്കുന്നു. ഇനി അതൊക്കെ പോയി നോക്കി എനിക്ക് ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെയും വന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ വണ്ടി എടുത്തിടാൻ നമ്മുടെ വീട്ടിൽ സ്ഥലമുണ്ട്, നമ്മുടെ പൈസയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി തന്നെ എടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇതൊന്ന് എടുത്തിട്ട് പുറത്തിറക്കിയിട്ട് വരാം കേസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എടുത്ത് നല്ല വണ്ടിയാണ്. നമുക്ക് എന്തായാലും ഉണ്ടാവും. ഇൻറ്റീരിയറൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. എന്തായാലും ഒന്ന് പുറത്തിറക്കിയിട്ട് വരാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. സോ നമ്മളിനിയിപ്പോൾ ഇതൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, നല്ല കിടുക്കൻ വണ്ടിയാണ് ഗെയ്സ്, നല്ല സ്മൂത്ത് സാധനമാണ്. സോ ഇത് പയ്യെ നമ്മൾ പുതിയ വണ്ടിയാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി തട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് പോലും ഇല്ല, അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുമല്ലേ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കൊണ്ട് നോക്കാം. നല്ല സ്പീഡുണ്ട് മോനെ, ഈ വണ്ടി പൊളി. ഈ വണ്ടി മതി നമുക്ക്, വേറെ വണ്ടിയൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, നല്ല സ്മൂത്ത് സാധനം കേട്ടോ. ഈ വണ്ടി കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല ബാലൻസൊക്കെ കിട്ടുന്നുണ്ട്, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. ഓക്കെ, ഇത് മതി. എന്തായാലും നമുക്കിത് തിരിച്ചങ്ങോട്ട് ഓടിച്ച് നോക്കാം. കൊള്ളാം, നല്ല വണ്ടി. ഇത് മതി നമുക്ക്, ഇത് മതി. വേറെ വണ്ടിയൊന്നും നോക്കുന്നില്ല, ഇത് മതി. എന്തായാലും എത്ര വില വന്നാലും, ഇത് 4 കോടി രൂപയാണ് പറഞ്ഞത് ഇതിന്. ഇതങ്ങോട്ട് എടുക്കുക. 4 കോടിയൊന്നും
കുഴപ്പമില്ല, നല്ല സ്പീഡുണ്ട്, എല്ലാം എല്ലാം കിടുക്കനാണ്. ഈ വണ്ടി മതി, ലുക്കുണ്ട്, എല്ലാം സംഭവം സെറ്റായി. ഇത് നമ്മളെന്തായാലും ഇനി അകത്തോട്ട് കയറ്റിയിട്ടിട്ട് നമുക്ക് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി അകത്തോട്ട് ഇട്ടിട്ട് ഇനി അവനെ പോയി കാണട്ടെ. എടാ, അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടി തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ആ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പം അടുത്ത ആഴ്ച വന്നെടുത്താൽ മതിയല്ലോ. അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വന്നാൽ മതി, വണ്ടി നിൻ്റെ കയ്യിൽ തരും. ഓക്കെ, അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഷിൻചാനുമായിട്ട് ഇവിടെ വന്ന് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഇടും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലോട്ട് പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി നോക്കി, എല്ലാം സെറ്റായി. ഇനി അടുത്ത ആഴ്ച, അതായത് അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഷിൻചാനുമായിട്ട് പോയി വണ്ടി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരാം. അപ്പോൾ ഷിൻചാൻ നാളെ വരും ടൂറ് പോയിട്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച അവനുമായിട്ട് നമുക്ക് പോയി വണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നാണ് ആ ദിവസം, വണ്ടി എടുക്കാൻ പോകുന്ന ദിവസം ഗൈസ്. അപ്പോൾ നമ്മൾ ഷിൻചാനൊക്കെ രാവിലെ റെഡിയായി നിൽക്കുവാണ് വണ്ടി എടുക്കാൻ പോകാനായിട്ട്. നമ്മൾ റെഡിയാണ്. ഷിൻചാൻ്റെ അടുത്ത് ഏത് വണ്ടി എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഷിൻചാനാണെങ്കിൽ കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഏത് വണ്ടിയാണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവന് നേരിട്ട് കാണിക്കും, അല്ലാതെ അവനോടിപ്പോൾ പറയത്തില്ല. കേട്ടോ ഷിൻചാനെ, നീ എന്തായാലും ഇപ്പം അങ്ങോട്ട് വന്നിട്ട് നീ കണ്ടാൽ മതി, നീ ഇപ്പം ഒന്നും അറിയണ്ട. ഓക്കെ, എടാ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യും, നമ്മളിപ്പോൾ അതങ്ങോട്ടല്ലേ പോകുന്നത്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഷിൻചാൻ കുറേ പ്രാവശ്യമായിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത്, അപ്പോൾ അവിടെ വെച്ച് കാണാം. നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകാം. ഷിൻചാനാണെങ്കിൽ ഭയങ്കര ബഹളം ഗൈസ്, അപ്പോൾ നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് വിട്ടേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ നമ്മുടെ ഷിൻചാനാണെങ്കിൽ വെയിറ്റിംഗ് ആണ്, ഏത് വണ്ടിയാണെന്നൊക്കെ കാണാം. നമുക്കിനി ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെ ഷിൻചാനെയും കൊണ്ട് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് വണ്ടിയൊക്കെ കണ്ടിട്ട് വണ്ടി അവനെ കാണിക്കാം, എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ വണ്ടി ഷിൻചാൻ കണ്ടോ, ഇതാണ് ഷിൻചാനെ നമ്മുടെ വണ്ടി. ഓക്കെ, നമ്മുടെ ഷിൻചാന് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ ഷിൻചാന് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വണ്ടി കയറിയിട്ട് ഈ വണ്ടിയിലൊന്ന് നമ്മൾ കയറിയിട്ട് നമ്മൾ ഈ വണ്ടി പുറത്തു കൊണ്ട് വിടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഷിൻചാനെ കയറ്റിയിട്ട് നമ്മൾ പോകുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയാ. ഓക്കെ ഷിൻചാനെ, നീ ഇവിടെ നിൽക്കുക, ഞാൻ എന്തായാലും പുറത്ത് ഈ വണ്ടി കൊണ്ട് ഇട്ടിട്ട് നിന്നെ കൊണ്ട് പോവാം, നിന്നെ അകത്തോട്ട് കയറ്റാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മളിത് വണ്ടി ഒന്ന് പുറത്ത് വിടട്ടെ ഗേസ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പുറത്തിട്ട് ഇപ്പോൾ ഷിൻചാനെ വണ്ടി കയറ്റി നമ്മളിനി വീട്ടിൽ പോകാം ഗേസ്. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വണ്ടിയുണ്ട് അകത്തിടാം, വളരെ പയ്യെ കയറ്റാം. നല്ല വണ്ടി നമ്മളങ്ങനെ കുറച്ച് നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ വണ്ടി നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഇട്ടോളും. നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു വണ്ടി ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് ഇടാം ഗേസ്, നമ്മുടെ വണ്ടി. ഓക്കെ, ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഗേസ്. എന്തായാലും നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വന്ന് കിടക്കുന്നു. എന്താ ലുക്കാന്ന് നോക്കി ഗേസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം വണ്ടി അങ്ങോട്ട് മാറ്റിയിടാം. നമുക്ക് കുറച്ച് ഈ വണ്ടി നല്ല വില കൂടിയ വണ്ടിയല്ലേ, അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഗ്യാരേജും കാര്യങ്ങളൊക്കെ പണിയേണ്ടതായിട്ട് വരും. നമുക്ക് ഈ വണ്ടി തൽക്കാലം പിന്നെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ, ഈ വണ്ടി നമുക്ക് തൽക്കാലം ആ ഒരു സൈഡിലോട്ടായിട്ട് ഒതുക്കിയിടാം ഗേസ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മുടെ പഴയ വണ്ടി നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് അവിടെ ഇട്ടോളും. ഓക്കെ, ആ വണ്ടി നമ്മൾ അവിടെ കിടക്കുന്ന കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അവന് വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അപ്പോൾ അവൻ അതിനകത്ത് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അവൻ അവിടേക്ക് ഇരുന്ന് നോക്കട്ടെ, മറ്റേ വണ്ടി വന്നിട്ട് നമുക്ക് അവനെ ഇറക്കാം, അവനവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ.